ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും എല്ലാം ഏറെ പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരേ ഒരു നിമിഷം പ്രാർത്ഥിച്ചു തുടങ്ങുകയാണ്. നിങ്ങളേതു സമയത്താണോ ഈ വചനം നിങ്ങൾ കേൾക്കുന്നത്, ആ സമയം മുതൽ ഈ വചനം നിങ്ങളുടെ അകത്തൊരു ബോധ്യമായാൽ, ഈ വചനം നിങ്ങളുടെ അകത്തൊരു ബോധ്യമായി വളരാൻ തുടങ്ങിയാൽ, തീർച്ചയായും നിശ്ചയമായും ഇത് നിങ്ങളുടെ ജീവിതത്തിന് ഒരനുഗ്രഹത്തിന് കാരണമായി തീർന്നിരിക്കും. ആമേൻ. അത്ര ഉറപ്പുള്ള, അത്ര ബോധ്യമുള്ള ഒരു വചനമാണ് ഇന്ന് പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ ശ്രദ്ധയിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രാർത്ഥനയോടെ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. ഈ വചനങ്ങൾ അനേകം ആളുകളിലേക്ക് നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ കൊടുക്കുകയും അവരോടിത് കേൾക്കാൻ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതിന് പ്രതിഫലമുണ്ട്. യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം നിങ്ങൾ കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ടെന്ന്. ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും സ്വർഗം പ്രതിഫലം നൽകുന്നുണ്ടെങ്കിൽ, ഒരാളുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ കാരണമായി ഈ വചനം ഞാൻ വഴി എന്നിലൂടെ അത് 100 പേരിലേക്ക്, 1000 പേരിലേക്ക്, 10 പേരിലേക്ക്, 2 പേരിലേക്കൊക്കെ കൊടുത്താൽ എന്തുമാത്രം പ്രതിഫലമായിരിക്കും സ്വർഗത്തിലെ ദൈവം നൽകുക. അങ്ങനെങ്കിൽ ഈ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക്, വിദൂരത്തായിരിക്കുന്ന മക്കൾക്ക്, അയൽവാസികൾക്ക്, എത്രയോ ബന്ധങ്ങൾ, എത്രയോ കോണ്ടാക്റ്റുകൾ, എത്രയോ പരിചയക്കാർ, എത്രയോ സുഹൃത്ത് വലയത്തിലുള്ളവർ നിങ്ങളുടെ പരിചയത്തിലുണ്ട്. അവരും ഈ വചനം കേൾക്കുവാൻ, ഈ ഒരു ആത്മീയ ബോധ്യം അവരുടെ അകത്തു വളരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്നൊരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ വചനങ്ങൾ ശരിയായ വിധത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ ജീവിതം മാറിയിരിക്കും. നിങ്ങളുടെ അന്തരീക്ഷം മാറിയിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങിയിരിക്കും. കാരണം ഒരാളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അഭിഷേകവും സമൃദ്ധിയായ നന്മയും സൗഖ്യവും വിടുതലും അനുഭവിക്കണമെങ്കിൽ ആദ്യം അറിയേണ്ട ചിലതുണ്ട്, ആദ്യം മനസ്സിലാക്കേണ്ട ചിലതുണ്ട്, ആദ്യം ബോധ്യപ്പെടേണ്ട ചിലതുണ്ട്. എന്നാലേ ഈ നന്മകൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ആദ്യം അറിയേണ്ടത് ആദ്യം അറിഞ്ഞാൽ നമുക്കും വലിയ നന്മയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ഇത് മനസ്സിലാക്കണം, ഇതറിയണം, ഇത് ബോധ്യപ്പെടണമെന്ന് നിങ്ങൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ഈ സമയം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു ഭാഗമാണ് സങ്കീർത്തന പുസ്തകം. സങ്കീർത്തന പുസ്തകം 34-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. സങ്കീർത്തനം 34:12. ജീവിതം ആഗ്രഹിക്കുകയും, നല്ലൊരു ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? 2 കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കാത്തവരാരുമില്ല. നല്ലൊരു ജീവിതം എല്ലാവരുടെയും സ്വപ്നമാണ്. നല്ലൊരു കുടുംബജീവിതം വേണം, നമ്മുടെ മക്കൾക്ക് നല്ല ജീവിതം വേണം, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കണമേ. നമ്മൾ ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമേ എന്നാ പ്രാർത്ഥിക്കുന്നത്.
നല്ലൊരു ജീവിതം ആഗ്രഹിക്കുകയും നല്ലൊരു ജീവിതം, നല്ലൊരു സമാധാനമുള്ള, സ്വസ്ഥതയുള്ള, അനുഗ്രഹമുള്ള, ദൈവകൃപയിലുള്ളൊരു ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായൊരു ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? ദീർഘായുസ്, ആരോഗ്യത്തോടെ ഇരിക്കണം, ദീർഘനാൾ ജീവിച്ചിരിക്കണം. ദീർഘായുസ് എല്ലാവരുടെയും ആഗ്രഹമാണ്. കഴിക്കുന്ന ഭക്ഷണം, രാവിലെ നടക്കുന്ന എക്സർസൈസ്, എല്ലാവർക്കും ആഗ്രഹം തന്നെ. നല്ല ആരോഗ്യം വേണം, നല്ല ദീർഘായുസ് വേണം. ഇതെല്ലാം നമ്മുടെ പരിഗണനയിൽപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ? വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, നല്ലൊരു ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എക്സർസൈസ് ചെയ്യണം, ഫുഡ് കഴിക്കണം, ഇത്ര സമയം ഉറങ്ങണം. ഇതൊന്നുമല്ല പറഞ്ഞിരിക്കുന്ന. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരത്തെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ആമേൻ. തിന്മയിൽ നിന്ന് നാവിനെ, വ്യാജഭാഷണത്തിൽ നിന്ന് അധരത്തെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. നാവിനെ സൂക്ഷിക്കണം. നാവിൽ നിന്ന് പറയുന്ന കാര്യങ്ങളും ശ്രദ്ധയോടെ ആയിരിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം വരുന്ന, അഭിഷേകം വരുന്ന, അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു വഴിയാണ്. ആമേൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്കും ചിന്തയിലേക്കും ധ്യാനത്തിലേക്കും എല്ലാം നിങ്ങൾക്ക് നൽകുമ്പോൾ ഇത് സത്യത്തിൽ നിങ്ങളുടെ ഉള്ളിൽ വളരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതം ഈ വചനത്തിലൂടെ മാറാൻ പോവുകയാണ്. സത്യമായിട്ടും ഇതൊരു ചലനം സൃഷ്ടിക്കും. സത്യമായും ഇത് നിങ്ങളുടെ ഭവനത്തിൽ ചില കാര്യങ്ങളെ ദൈവം കൊണ്ടുവരും. അത്ഭുതമാണ്. ഈ വചനങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കാം. മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വ്യക്തിത്വമുണ്ട്. വളരെ തകർന്നുപോയ ഒരു ജീവിതാവസ്ഥയുള്ള ഒരു സ്ത്രീയെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. 5-ാം അധ്യായം 25-ാമത്തെ വാക്യം. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇനി സിറ്റുവേഷൻ, സാഹചര്യം, ആ വ്യക്തിയുടെ സ്ഥിതി എന്തെന്ന് എഴുതിയിട്ടുണ്ട് 26-ാമത്തെ വാക്യം. പല വൈദ്യന്മാരുടെയും അടുത്തുപോയി വളരെ കഷ്ടപ്പെടുകയും, ഒരുപാട് ഡോക്ടർമാരെ കാണാൻ പോയി. അങ്ങനെ പോയി തന്നെ വളരെ കഷ്ടപ്പെട്ടു, മടുത്തു, മനസ്സ് മടുത്തു. അതാണ് അവസ്ഥ. അതുമാത്രമല്ല, കൈവശമുള്ളതെല്ലാം ചെലവഴിച്ചു തീർന്നു. കൈവശമുണ്ടായിരുന്ന സ്ഥലം വിറ്റു, കൈവശമുണ്ടായിരുന്ന പണം തീർന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഒരു സൈഡിൽ കൂടെ ഒരു രോഗം വന്നതാ. സത്യവാ, ഒരു രോഗം വന്നാ മതി അയാളുടെ സമ്പത്തും സന്തോഷവും ഒക്കെ നഷ്ടപ്പെടാൻ അധിക നേരം വേണ്ട, ഉറക്കം നഷ്ടപ്പെടാൻ അധികം നാൾ വേണ്ട. ഈ സ്ത്രീയുടെ ജീവിതം ഒരു സൈഡിൽ വല്ലാതെ തകർന്ന് തരിപ്പണമായി, ശാരീരികമായും മാനസികമായും എല്ലാം തകർന്നു പോയൊരു വ്യക്തി. എഴുതിയിട്ടുണ്ട്, ഇതെല്ലാം ചെലവഴിച്ചിട്ടും കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. ഒരു നന്മയുണ്ടായില്ല, അതിലൂടെ ഒരു മാറ്റം ഉണ്ടായില്ല, ഒരു സൗഖ്യം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 27-ാമത്തെ വാക്യം. അവൾ യേശുവിനെ കുറിച്ച് കേട്ടത്. നിങ്ങളും ഇതുപോലെ തകർന്നിരിക്കുന്ന, മനസ്സു വിഷമിച്ചിരിക്കുന്ന, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന, ആകെ തളർന്നിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലായിരിക്കും ഈ വചനം യാദൃശ്ചികമായി നിങ്ങൾ കേട്ടത്. ഇത്രയും തകർന്നിരിക്കുന്ന ഒരു സമയത്താണ് യേശുവിനെ കുറിച്ച് അവൾ കേട്ടത്. ഇപ്പോൾ നിങ്ങൾ ഈ വചനം കേൾക്കുന്നതും പ്രതീക്ഷ നഷ്ടപ്പെട്ട, ആകെ തളർന്നിരിക്കുന്ന, ദുഃഖമുള്ളൊരു മുഖഭാവത്തോടെ ഇരിക്കുന്ന, മനസ്സു കലകിയിരിക്കുന്ന,
എല്ലാം നഷ്ടപ്പെട്ടല്ലോ, ഇനി എങ്ങനെ അതൊക്കെ തിരിച്ചു കൊണ്ടുവരും എന്ന് ചിന്തിച്ചിരിക്കുന്ന, ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും ഒരു ഉയർച്ചയും ഒരു സൗഖ്യവും എൻ്റെ വീടിനും എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടായില്ലല്ലോ എന്നോർത്ത് ദുഃഖിച്ചിരിക്കുന്ന ഒരു സങ്കടമുള്ള ഒരു അന്തരീക്ഷത്തിലായിരിക്കും, യാദൃശ്ചികമായിട്ടായിരിക്കും ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം കൊണ്ടുവരുന്നത്. യേശുവിനെ കുറിച്ച് കേട്ടു. അപ്പോൾ അവൾ ചെയ്തൊരു കാര്യം, ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ അവൾ ചെന്ന്, ഇങ്ങനെ എഴുതിയിരിക്കുന്നു 27-ാമത്തെ വാക്യം 28-ാമത്തെ വാക്യം, അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ ഈ രോഗമുള്ള ഞാൻ, ഈ സമ്പത്തായ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടതിന്റെ വേദനയുള്ള ഈ ഞാൻ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേദന മാത്രമേ ഉള്ളൂ, നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഞാൻ മനസ്സുകൊണ്ട് മടുത്തു എന്ന് ചിന്തിച്ചിരുന്ന ഈ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, ആ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയൊക്കെ നഷ്ടമുണ്ടായിട്ടും, ഇത്രയൊക്കെ പരാജയമാണെന്ന് തോന്നിയിട്ടും, ഇത്രയൊക്കെ ശരീരം മുഴുവൻ രോഗത്തിന്റെയും വിഷമത്തിന്റെയും ഭാരം ചുമന്നുകൊണ്ടിരിക്കുമ്പോഴും യേശുവിനെ കുറിച്ചുള്ള അവളുടെ ബോധ്യ വിശ്വാസം എഴുതിയിട്ടുണ്ട്. ഇനിയൊന്നും ശരിയാകില്ല, എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കും, എല്ലാം നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, എനിക്ക് ദീർഘനാൾ ഇനി ആയുസ്സൊന്നും ഇല്ല. ഇതൊന്നുമല്ല വിചാരിച്ചത്, ഇതൊന്നും അവൾ വിചാരിച്ചില്ല. അവൾ വിചാരിച്ചത് എഴുതിയിരിക്കുന്നു, ആ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മതി, യേശു ക്രിസ്തു ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മതി, ഈ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. ഹല്ലേലൂയ. ഇതായിരിക്കട്ടെ, ഇതാണ് വിശ്വാസം, ഇതാണ് അവൾ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്നത് എന്താണ്? ഇതേ അവസ്ഥയിൽ ഒരു വ്യക്തി പറഞ്ഞത്, ഞാൻ രക്ഷപ്പെടും, ഞാൻ സൗഖ്യം പ്രാപിക്കും, ഞാൻ എഴുന്നേൽക്കും, എൻ്റെ നഷ്ടങ്ങളൊക്കെ മാറും, എൻ്റെ പ്രതിസന്ധികൾ മാറും, എൻ്റെ രോഗങ്ങൾ സൗഖ്യമാകും. വിശ്വാസമാ പറഞ്ഞത്. ആമേൻ. നമ്മൾ പറയുന്നത്, പ്രതിസന്ധിയിൽ നമ്മൾ പറയുന്നത്, വേദനയിൽ നമ്മൾ പറയുന്നത്, നഷ്ടത്തിൽ നമ്മൾ പറയുന്നത്, പ്രതികൂലത്തിൽ നമ്മൾ പറയുന്നത്, ചില ഒറ്റപ്പെടലിൽ നമ്മൾ പറയുന്നത്, ശരിയാകില്ല, ഇനി ശരിയാകുമെന്നറിയില്ല, പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, ദൈവത്തെ ആരാധിച്ചിട്ട് കാര്യമില്ല, ഇനി ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെയൊക്കെ അല്ലേ ഉണ്ടായത്. അങ്ങനെയാ നമ്മൾ പറയുന്നത്. നമ്മൾ നിരാശയുടെ വാക്കാ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണോ വിശ്വാസത്തിൽ പറയുന്നത് അത് ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കും. ആമേൻ. എന്താണോ വിശ്വാസത്തിൽ പറയുന്നത്, എന്താണോ യേശുവിന്റെ നാമത്തിൽ പറയുന്നത് അത് ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. എന്റെ ജീവിതം ശരിയാകത്തില്ല, എന്റെ ഭാവി പോയി, എന്റെ ആരോഗ്യം പോയി, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തീരത്തേ ഉള്ളൂ, എനിക്കിങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു രീതി എൻ്റേതാകുള്ളൂ, എനിക്കൊരു വീടുണ്ടാകത്തില്ല, എനിക്കൊരു ജോലി കിട്ടത്തില്ല, ഞാനിതിലൊന്നും പാസ്സാകാൻ പോകുന്നില്ല, ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? അങ്ങനെയൊക്കെ ആയിരിക്കും നടക്കുക. എന്നാൽ ഇങ്ങനെയാണോ പറയുന്നത്? ഒരു സൈഡിൽ നഷ്ടമുണ്ട്, ഒരു സൈഡിൽ രോഗമുണ്ട്, ഒരു സൈഡിൽ നിരാശയുണ്ട്, ഒരു സൈഡിൽ ഒത്തിരി വിഷമങ്ങളുള്ള സാഹചര്യങ്ങളും അന്തരീക്ഷങ്ങളും ഉണ്ട്, ഒരുപാട് വെല്ലുവിളികളുണ്ട്, ഒരുപാട് ഒറ്റപ്പെടലുകളുണ്ട്, ഒരു സാധ്യതയും മുന്നോട്ട് നോക്കുമ്പോൾ ഇല്ല എങ്കിലും വിശ്വാസത്തിൽ പറയുക, ആ വസ്ത്രത്തിൽ തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് വിശ്വാസത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇരുന്ന്, നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ ഇരുന്ന്, ഒരു നിമിഷമായി ഇരിക്കുന്ന സ്ഥലത്ത്, ആ യാത്രക്കിടയിൽ, ആ നടക്കുന്നതിനിടയിൽ, ആ ജോലി ചെയ്യുന്നതിനിടയിൽ നിങ്ങൾ വിശ്വാസത്തിൽ പറയുക, എന്റെ ദൈവം എന്നെ സഹായിക്കും, ഞാൻ അനുഗ്രഹിക്കപ്പെടും, എന്റെ ഈ പ്രതിസന്ധികൾ മാറും, ഞാൻ ദൈവത്തിന്റെ സൗഖ്യം അനുഭവിക്കും, ഞാൻ ദൈവം തരുന്ന വിജയം അനുഭവിക്കും, ഞാൻ ദൈവം തരുന്ന വിടുതൽ അനുഭവിക്കും, എന്റെ ജീവിതം ഉയർത്തെഴുന്നേൽക്കും, എനിക്കൊരു നല്ല ഭാവിയുണ്ട്, എനിക്കൊരു നല്ല ജീവിതം ദൈവം തരും, ഈ പരീക്ഷയിൽ ഞാൻ പാസ്സാകും, എനിക്ക് നല്ല വീട് വരും, എനിക്ക് ദീർഘായുസ് തരും, എനിക്ക് ആരോഗ്യം തരും. വിശ്വാസത്തിൽ പറ, വിശ്വാസത്തിൽ പറയുക.
അകത്തു വച്ചാ പോരാ, ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചു. ആ വിശ്വാസത്തിലാ ചെയ്തത്, ആ വിശ്വാസത്തിലാ പോയി തൊട്ടത്. അപ്പോൾ യേശു പറഞ്ഞൊരു വാക്കുണ്ട്. യേശു അവളോട് പറഞ്ഞു, 34-ാമത്തെ വാക്യം, മകളെ, നിന്റെ വിശ്വാസം. എന്താ വിശ്വാസം? ഞാൻ രക്ഷപ്പെടും, ഞാൻ സൗഖ്യം പ്രാപിക്കും, ഞാൻ ആ വസ്ത്രത്തിൽ തൊട്ടാൽ മതി, ഞാൻ അനുഗ്രഹിക്കപ്പെടും. ആ വിശ്വാസം അവളെ രക്ഷിച്ചു. ആമേൻ. ആ വിശ്വാസം അവളെ രക്ഷിച്ചു. ആ വിശ്വാസം അവളെ വിടുവിച്ചു. ആ വിശ്വാസം അവളെ എഴുന്നേൽപ്പിച്ചു. ആ വിശ്വാസം അവളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുന്നിച്ചേർത്തു. ആ വിശ്വാസം അവളുടെ ജീവിതത്തിൽ പ്രതീക്ഷ കൊണ്ടുവന്നു. അത്ഭുതങ്ങളെ സംഭവിച്ച സമയമാണ് വിശ്വസിച്ച ആ സമയം. എന്താ നിങ്ങൾ വിശ്വസിക്കുന്നത്? സാമ്പത്തിക നഷ്ടത്തിലുള്ളവർ ചിന്തിക്കുന്നു, ഇനി എനിക്കൊരു സാമ്പത്തികമായി കരകയറാൻ പറ്റില്ല. ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് കരകയറാൻ പറ്റത്തില്ല. ഓ, ഞാൻ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല, രക്ഷപ്പെടില്ല. എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാകും തോന്നുന്നില്ല, ഇങ്ങനെയൊക്കെയല്ലേ എനിക്ക് സംഭവിച്ചത്. അങ്ങനെയാണോ ചിന്തിക്കുന്നത്? ഉണ്ടാവില്ല. എന്തൊക്കെ ഇന്നലകളിൽ സംഭവിച്ചു കൊള്ളട്ടെ, എന്തൊക്കെ നഷ്ടങ്ങൾ ഇന്നലകളിൽ സംഭവിച്ചു കൊള്ളട്ടെ, എത്ര വലിയ എതിരാളികൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പിറകിൽ ഉണ്ടായിക്കൊള്ളട്ടെ, നിങ്ങൾ ലോകം മുഴുവൻ ഒറ്റപ്പെട്ട ഒരു നിലയിൽ, ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ തളർന്നിരിക്കുന്ന ഒരാളാണോ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്ന് കുറച്ച് പ്രാവശ്യം വിശ്വാസത്തിൽ നിങ്ങൾ പറഞ്ഞു, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. 1000 പേര് മൈക്കിലൂടെ നിങ്ങളുടെ തൊട്ടടുത്ത് നിന്ന് പ്രസംഗിച്ചു നിരിക്കട്ടെ, നീ രക്ഷപ്പെടുകയല്ലെന്ന്, നിനക്ക് ഭാവിയില്ല, നിനക്ക് ജീവിതമില്ലെന്ന് പ്രസംഗിച്ചാലും വിശ്വാസത്തിൽ നീ പറയുന്നതേ നിനക്ക് അനുഭവിക്കാൻ പറ്റൂ. ആമേൻ. 1000 മൈക്കിലൂടെ പറഞ്ഞതല്ല, 1000 പേർ ഉറക്കെ പ്രഘോഷിച്ചതല്ല നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതാണ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അയൽവാസികൾ, നമ്മുടെ പഞ്ചായത്തിലുള്ളവർ, നമ്മുടെ നാട്ടിലുള്ളവർ, നമ്മുടെ സൗഹൃദത്തിലുള്ളവർ, നമ്മളോട് പിണങ്ങിയവർ, നമ്മളെ വെല്ലുവിളിക്കരോ, നമ്മളെ ഇഷ്ടമില്ലാത്തവരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും ഇരുന്ന് നിരാശപ്പെട്ടിരിക്കുന്നവരാ ജീവിതത്തിൽ പലരും. അവരും ഇവരും പറഞ്ഞതൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിന്റെ കോണിൽ ഇരുന്നോണ്ട് ചിന്തിച്ചോണ്ടിരുന്ന് പലരും കരഞ്ഞോണ്ടിരിക്കുന്നു. ലൈറ്റ് ഓഫ് ചെയ്ത് അകത്ത് ഇരിക്കുന്നു, ഉറങ്ങുന്നു, കിടക്കുന്നു, ഏതോ പുസ്തകം വായിക്കുന്നു, ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ പറയുന്നതാണ് സംഭവിക്കുക നിന്റെ ജീവിതത്തിൽ. 1000 മൈക്കിലൂടെ 1000 പേര് അപ്പുറത്തും ഇപ്പുറത്തും പറഞ്ഞതല്ല നിന്റെ ജീവിതത്തെ സംഭവിക്കുന്നത്. ദൈവം ഈ സ്ത്രീയോട് ഡോക്ടർമാർ പറഞ്ഞെന്തായിരിക്കും? ഈ സ്ത്രീയുടെ അവസ്ഥ കണ്ട് വീട്ടിലുള്ളവർ പറഞ്ഞെന്തായിരിക്കും? അയൽവാസികൾ എന്താ പറയും? ഇനി എങ്ങനെ ശരിയാകുമെന്ന്, ഇത്രയും മരുന്ന് കഴിച്ചില്ലേ, ഇത്രയും പ്രഗത്ഭന്മാരായ വൈദ്യരെ, ഡോക്ടർമാരെ കണ്ടില്ലേ, ഇതൊക്കെയല്ലേ പറഞ്ഞത്. പക്ഷെ അവൾ എന്താ വിചാരിച്ചത്? ആ വസ്ത്രത്തിൽ തൊട്ട ഒരു മരുന്നും വേണ്ട, ഒരു ഡോക്ടറെ സഹായം വേണ്ട, ഇനി ആരും എന്തൊക്കെ പറഞ്ഞോളട്ടെ, ആ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചു. അതാണ് അവളുടെ ജീവിതത്തിൽ അത്ഭുതമായി മാറിയത്. ഇന്ന് തൊട്ട് നിങ്ങളും ചില കാര്യങ്ങൾ വിശ്വസിച്ച് പറയണം. ആരോട്? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പറയേണ്ടത് വിശ്വാസത്തിന്റെ വാക്കുകളാകണം. നിരാശയുടെ വാക്കുകൾ പറയരുത്. നിങ്ങൾ ജീവിത പങ്കാളിയോട് പറയേണ്ടത് നിരാശയുടെ വാക്കുകളോ പഴിവാക്കുകളോ കുത്തുവാക്കുകളോ ആയിരിക്കരുത്, വിശ്വാസത്തിൻ്റെ വാക്കുകൾ. നിങ്ങളുടെ മക്കളോട് പറയേണ്ടത് വിശ്വാസത്തിൻ്റെ വാക്കുകളാണ്. നിങ്ങളുടെ ജോലിയെ നോക്കി, സമ്പത്തിനെ നോക്കി, അധ്വാനത്തെ നോക്കി, കൃഷിയിടത്തെ നോക്കി, വരുമാനത്തെ നോക്കി നിങ്ങൾ പറയേണ്ടത് വിശ്വാസത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ വാക്കാണ്. അനുഗ്രഹത്തിൻ്റെ വാക്ക്. നിങ്ങളുടെ ജീവിത പങ്കാളിയോട് നിങ്ങൾ പറയേണ്ട ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നാണ്, ദൈവം നിങ്ങളെ സഹായിക്കുമെന്നാണ്, ദൈവം നിങ്ങളെ വിടുവിക്കുമെന്ന് പറയണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി പറയണം, നല്ല ഭാവി ദൈവം നിനക്ക് തരും, നല്ലൊരു ജോലി നിനക്ക് ദൈവം തരും, നല്ല ഭാവി നിനക്ക് ദൈവം കരുതിയിട്ടുണ്ട്, നല്ലൊരു ശുശ്രൂഷ നിനക്ക് കരുതിയിട്ടുണ്ട്. വിശ്വാസത്തിൽ പറയുന്നത്, വിശ്വാസത്തിൽ പറയുന്നത് ദൈവം ജീവിതത്തിൽ ഒട്ടിച്ചു ചേർത്ത്. ആമേൻ. ഹല്ലേലൂയ. അവൾ വിശ്വസിച്ച് ഹൃദയത്തിൽ പറഞ്ഞത്. അവൾ 34-ാമത്തെ വാക്യം യേശു പറഞ്ഞു,
നിന്റെ വിശ്വാസം, രക്ഷപ്പെടുമെന്നുള്ള നിന്റെ വിശ്വാസം, സൗഖ്യം പ്രാപിക്കുമെന്ന നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. രക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നല്ല, ഓൾറെഡി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. നിന്റെ വിശ്വാസം എന്താ ഇപ്പം? നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമോ, നിന്റെ വിശ്വാസം എന്നാ? ശരിയാകുകയെന്നാണോ? എന്നാ അങ്ങനെ തന്നെ പോവുള്ളൂ. ഒന്നും ശരിയാകാൻ പോകുന്നില്ല, അതാണോ വിശ്വസിക്കുന്നത്? ശരിയാകാൻ പോകുന്നില്ല. എനിക്ക് നല്ല ജീവിതം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാ അങ്ങനെ നടക്കൂ. അവരിവരും പറഞ്ഞതാണ് നീ ചിന്തിച്ചോണ്ടിരിക്കുന്നെങ്കിൽ അതേ നടക്കൂ. എന്നാൽ അതെല്ലാം ഒരു വേസ്റ്റ് കടലാസ് പോലെ കീറിക്കളഞ്ഞിട്ട് മനസ്സിന്ന് തലച്ചോറിൽ നിന്ന് ആ ഹാർഡ് ഡിസ്കിലൊക്കെ സേവായി പോയ കുറെ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്തേ. ഇപ്പൊ തന്നെ അത് മായ്ച്ചു കളാ. സ്ലേറ്റിൽ എഴുതി അത് തുണി കൊണ്ട് തൂക്കുമ്പോൾ അത് മായ്ച്ചു പോകുന്നത് പോലെ എപ്പോഴൊക്കെയോ എഴുതി വെച്ച കുറെ കാര്യങ്ങളില്ലേ, വേണ്ടാത്ത കാര്യങ്ങൾ, ശരിയാകുകയല്ല, നന്നാകത്തില്ല, നെഗറ്റീവ് കാര്യങ്ങൾ, അതൊന്ന് മായ്ച്ചേ. ഒരു നിമിഷം ഓടിയിരുന്ന് മായ്ച്ചത്, പ്രാർത്ഥനയിൽ അത് മായ്ക്ക്. ഞാനത് മായ്ച്ചു കളയുന്നു. ദൈവനാമത്തിൽ ഞാനത് മായ്ക്കുന്നു. ദൈവനാമത്തിൽ ഞാനത് മായ്ക്കുന്നു. നിനക്കൊരു സൗഖ്യം ഉണ്ടാകുന്ന സമയമാണ്. എന്നിട്ട് ആ മായ്ച്ച സ്ഥലത്ത് എഴുത്, എന്നെ എൻ്റെ ദൈവം സൗഖ്യമാക്കുന്നെഴുത്, എൻ്റെ ദൈവം എന്നെ വിടുവിക്കുന്നെഴുത്, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചുയർത്തുന്നെഴുത്, എൻ്റെ ദൈവം എനിക്കൊരു ജീവിതം തരുമെന്നെഴുത്, എൻ്റെ ദൈവം എനിക്കൊരു വിജയം തരുമെന്നെഴുത്, എനിക്ക് നല്ല വീട് തരും, ജീവിതം തരും, ആയുസ് തരും, ആരോഗ്യം തരും, മക്കളെ തരും. എഴുത്. ആ ഹൃദയമാകുന്ന സ്ലേറ്റിൽ എഴുത്. ഇപ്പോൾ തന്നെ എഴുത്, എപ്പോഴേലുമല്ല, ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് എഴുത്. അത് അതുപോലെ സംഭവിക്കും. അതുപോലെ സംഭവിക്കും. വിശ്വസിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. ആമേൻ. ദൈവത്തിലുള്ള നിന്റെ വിശ്വാസം അത് രക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നല്ല, അത് രക്ഷിച്ചിരിക്കുന്നു എന്നാണ്. ആമേൻ. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വാക്ക്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ജെറമിയ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 19-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത്, വില കെട്ടവ പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. ആമേൻ. നിന്റെ നാവ് പൊന്നാകുന്നു. നമ്മൾ ചിലപ്പോൾ സൗഹൃദ സംഭാഷണത്തിൽ അല്ലെങ്കിൽ ചില ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ എന്തേലും ഒരു കാര്യം പറയുമ്പോൾ നിന്റെ നാവ് പൊന്നാകട്ടെ എന്ന് പറയില്ലേ? നിന്റെ നാവ് പൊന്നാകും എന്നല്ല അതിൻ്റെ അക്ഷരപ്രതി അർത്ഥമല്ലത്. അതുപോലെ സംഭവിക്കുന്ന നാവ് ചിലപ്പോൾ പൊന്നാകും. സത്വചനങ്ങൾ പറയണം. എന്താണ് സത്വചനങ്ങൾ? വിലകെട്ടവാന്ന് പറഞ്ഞാൽ എന്താ? വിലകെട്ടവാന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ കാര്യങ്ങളാണ്. ശരിയാവില്ല, ഭാവി പോയി, ജീവിതം പോയി, ഇനിയെല്ലാം അങ്ങനെയൊക്കെ തന്നെയാ, ജീവിച്ചങ്ങ് തീർക്കാം, ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളില്ലേ? ഹൃദയമാകുന്ന ആ ഒരു സൈറ്റിൽ എഴുതി വെച്ച കുറെ നെഗറ്റീവ് കാര്യങ്ങളില്ലേ? തലങ്ങും വിലങ്ങും അത് എപ്പോഴെങ്കിലും ഒക്കെ നാവിലൂടെ പുറത്തെടുത്ത് വിടുന്ന കുറെ വാക്കുകളില്ലേ? അത് കളഞ്ഞിട്ട്, അതാണ് ഈ വിലകെട്ടവ. എന്നിട്ട് എന്തു പറയണം? സത്വചനങ്ങൾ പറയണം. എന്താ സത്വചനങ്ങൾ? ദൈവം അനുഗ്രഹിക്കും, സൗഖ്യം തരും, ദൈവം നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ ഉയർത്തും, നല്ല വീട് ദൈവം നിനക്ക് തരും, നല്ല വാഹനം ദൈവം നിനക്ക് തരും, നല്ല ജോലി നിനക്ക് ദൈവം തരും, നിന്റെ വിവാഹം നടക്കും, നിനക്ക് ദൈവം കുഞ്ഞുങ്ങളെ തരും, ആ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറും, നീ അനുഗ്രഹിക്കപ്പെടും, നീ ഐശ്വര്യത്തിൽ കഴിയും. ഇതാണ് സത്വചനങ്ങൾ. ഇത് ദൈവത്തിന്റെ വാക്കുകളാണ്, പ്രതീക്ഷയുടെ വാക്കുകളാണ്. അത് പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാവും. എന്താ ദൈവത്തിന്റെ നാവിന്റെ പ്രത്യേകത? ആദിയിൽ ദൈവം ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അന്നേരെ അതുണ്ടായി. അത് നാവ് പൊന്നായ പോലെ അതുണ്ടായി. കരയും കടലും തമ്മിൽ വേർതിരിക്കട്ടെ എന്ന് പറഞ്ഞു. കര ഒരു സൈഡിലും കടലും രണ്ടായി മാറി. എല്ലാം ദൈവം വാക്കിലൂടെയാണ് സൃഷ്ടിച്ചത്. അത്രയും പവർഫുള്ളാണ്, അത്രയും ശക്തമാണ്. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കും നമ്മൾ പറയുന്നത് ഉണ്ടാകും. സമാധാനം ഉണ്ടാകട്ടെ. അതാ യേശു പറഞ്ഞത്, നിങ്ങളൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്, കൂടോത്രമുണ്ട്, മന്ത്രവാദമുണ്ട്, പോക്കുവരവുണ്ട്, ഇതൊന്നും അല്ല പറയേണ്ടത്. സമാധാനം എന്ന് പറയണം. ശാലോം, സമാധാനം എന്ന് പറയണം. അവിടെ ചെല്ലുമ്പോ ചുമ്മാ ഭക്ഷണവും കഴിച്ച് കാപ്പി കുടിച്ചു പോരണമെന്നല്ല പറഞ്ഞത്. സമാധാനം, ദൈവം തരുന്ന സമാധാനം എന്ന് പറയണം. അപ്പോൾ ആ സമാധാനം അവിടെ വസിക്കും.
നിങ്ങൾ എന്തു പറയുന്നോ അത് അവരിൽ വസിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുന്നത് കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും, അനുഗ്രഹിക്കപ്പെടുമെന്നാണോ, അതുപോലെ സംഭവിച്ചിരിക്കും. നിങ്ങളുടെ ഇല്ലായ്മ നോക്കി നിരാശയുടെ വാക്കാണോ പറയുന്നത്, റൂട്ട് മാറിപ്പോകും. അത് റൂട്ട് മാറിപ്പോകും. ദൈവവചനം തരുവാണ്, പറയുന്നു അനുഗ്രഹവും അഭിവൃദ്ധിയും സൗഖ്യവും വിടുതലും അനുഭവിക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. ദൈവനെ സൗഖ്യമാക്കും എന്ന് പറയണം. ഹല്ലേലൂയ. അതുകൊണ്ട് അന്ധനായ മനുഷ്യൻ വഴിയരികിൽ ഇരുന്നപ്പം അന്ധനായ മനുഷ്യൻ വിളിച്ച് കാര്യം യേശു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്, പറയാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടണം. അവൻ വിശ്വാസത്തിൽ അവൻ്റെ ആഗ്രഹം പറഞ്ഞതാണ് അവൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്നത്, അത്ഭുതമായി മാറിയത്. അവൻ പറഞ്ഞു, എൻ്റെ കണ്ണിന് എനിക്ക് സൗഖ്യം കിട്ടണം. അവൻ്റെ ആഗ്രഹമാണ്, അവൻ പറഞ്ഞ അവൻ്റെ ആഗ്രഹമാണ്, വിശ്വാസത്തിൽ പറഞ്ഞ അവൻ്റെ ആഗ്രഹമാണ് അവൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്നത്. വിശ്വാസത്തിൽ പറയുന്നത് ജീവിതത്തിൽ അത്ഭുതമായി വന്നു ചേരും. വിശ്വാസത്തിൽ പറയുന്നത്, ദൈവനാമത്തിൽ പറയുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടില്ലേ? ദൈവനാമത്തിൽ നിന്റെ കാര്യങ്ങൾ ഭംഗിയാകും. 1 മാസം കഴിഞ്ഞ്, 2 മാസം കഴിഞ്ഞ്, 4 മാസം കഴിഞ്ഞ് അവർ തിരിച്ചു വരും. അന്ന് പ്രാർത്ഥിക്കാൻ വന്ന ആ അച്ഛൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ബ്രദർ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയായി കേട്ടോ എന്ന് പറയുമ്പോൾ പറഞ്ഞ ബ്രദർ ചിലപ്പോൾ അത് മറന്നു കാണും. പക്ഷെ അവരുടെ മനസ്സിൽ ഓർമ്മയാണ്, പറഞ്ഞതുപോലെ സംഭവിച്ചു, പറഞ്ഞതുപോലെ സംഭവിക്കും. വിശ്വാസത്തിൽ പറയുന്നത് അതുപോലെ സംഭവിക്കും. വിശ്വാസത്തിൽ എല്ലാ ദിവസവും ആണ്ടിലൊരിക്കൽ പറയേണ്ട കാര്യമല്ല, ജീവിതത്തിൽ ഏതെങ്കിലും മണിക്കൂറുകളിൽ പറയേണ്ട കാര്യമല്ല, എല്ലാ ദിവസവും പറയേണ്ട കാര്യമാണ്. വിലകെട്ടവ പറയരുത്. നശിച്ചു പോകും, തകർന്നു പോകും, നീ രക്ഷപ്പെടില്ല, ഞാനും രക്ഷപ്പെടില്ല, നമ്മളൊക്കെ ഇങ്ങനെ തീരട്ടെ, വീട് വരത്തില്ല, ഈ പണി തീരത്തില്ല, ഈ വിജയം എനിക്കുണ്ടാവില്ല, അവർ ജയിച്ചു ഇവർ ജയിച്ചു, എനിക്കെന്തോ പ്രശ്നം കൊണ്ടാണ് ഞാൻ തകരത്തേയുള്ളൂ, എൻ്റെ തലവരെ മോശമാ. വിലകെട്ടവ പറയരുത്, വിലകെട്ടവ പറയരുത്, വിലകെട്ടവ പറയരുത്. ഒരു കണക്കെടുത്ത് നോക്കിക്കേ, വില കെട്ടതാണോ, വിലയുള്ള സത്വജനങ്ങളാണോ ജീവിതത്തിൽ കൂടുതൽ പറയുന്നത്? നിരാശയുടെ വിലകെട്ടവയാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ജീവിത പങ്കാളിയോട് സത്വജനങ്ങളാണോ, വിലയുള്ള വചനങ്ങളാണോ കൂടുതൽ പറഞ്ഞത്? സത്വജനങ്ങളാണോ, വിലകെട്ടവയാണോ പറഞ്ഞിട്ടുള്ളത്? വിലകെട്ടവയാ പറഞ്ഞിട്ടുള്ളത്. മക്കളോട് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നിങ്ങളുടെ ഭവനത്തിൽ കൂടുതൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഏതാണ്? സത്വജനങ്ങളാണോ, അല്ല വിലകെട്ടവയാണ് പറഞ്ഞിട്ടുള്ളത്? അതുകൊണ്ടാണ് വീട്ടിനകത്തൊരു സന്തോഷമില്ല, വീടിനകത്തൊരു സമാധാനം ഇല്ല. എന്തിനും ഏതിനും വഴക്ക്, എപ്പോഴും പ്രശ്നങ്ങൾ, സമാധാനത്തോടെ ഇരുന്നൊരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. വിലകെട്ടവ പറയുന്നത് നിർത്തിയിട്ട് ദൈവം അനുഗ്രഹിക്കും, ഈ വീടിനെ അനുഗ്രഹിക്കും എന്ന് നിങ്ങൾ സത്വചനങ്ങൾ പറഞ്ഞേ, നിങ്ങളുടെ നാവ് പൊന്നാവും. നിന്റെ നാവ് ദൈവത്തിൻ്റെ നാവ് പോലെയായി മാറും. പറഞ്ഞത് അതുപോലെ സംഭവിക്കും. അതൊരിക്കൽ പറഞ്ഞാൽ പോരാ, വിശ്വാസത്തിൽ അത് പറയണം, വിശ്വാസത്തിൽ അത് പറയണം, വിശ്വാസത്തിൽ അത് പറയണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒത്തിരി പേരുടെ ജീവിതം ഇരുട്ടിലാണ്, ഒത്തിരി പേരുടെ ജീവിതത്തിൽ ഉയർച്ചയില്ല, ഒത്തിരി പേരുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയില്ല, ഒത്തിരി പേരുടെ കുടുംബങ്ങളിൽ സമാധാനമില്ല, ഒത്തിരി പേരുടെ ജീവിതത്തിൽ വളർച്ചയും ഉയർച്ചയുമില്ല. വിശ്വാസത്തിൽ പറയാത്തതിൻ്റെ കാരണമുണ്ട് അതിൻ്റെ പിറകിൽ. വിശ്വാസത്തിൽ പറയാൻ പറ്റുമോ? ദൈവം എന്നെ അനുഗ്രഹിക്കും, ദൈവം എന്നെ വിടുവിക്കും, ദൈവം എന്നെ രക്ഷപ്പെടുത്തും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി തരും എന്നും വിശ്വാസത്തിലൊന്ന് പറഞ്ഞ് ഇതൊരു പ്രാർത്ഥനയാണ്. വിശ്വാസത്തിൽ പറയുന്നത് ജീവിതത്തിൽ വരും. അതാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അത് 1 സാമുവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായമാണ്. 1 സാമുവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുള്ള 17-ാം അധ്യായത്തിൽ ഒരു ഭാഗമാണ് ദാവീദും ഗോലിയാത്തും. ദാവീദും ഗോലിയാത്തും വളരെ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. 1500 പ്രാവശ്യമെങ്കിലും ചിന്തിച്ച് കാണും. ഇത് പ്രത്യേകിച്ച് പ്രസംഗിക്കേണ്ട ഒരു കാര്യമില്ല, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നൊക്കെ ചിന്തിച്ചാലും അധികം ആൾക്കാർ പ്രസംഗിക്കാത്തൊരു വാക്കതിനകത്തുണ്ട്, അധികം ആൾക്കാർ ചിന്തിക്കാത്തൊരു ഭാഗം അതിനകത്തുണ്ട്. ദാവീദിന് ഗോലിയാത്തിനെ കണ്ട് ഒത്ത ഒരു മനുഷ്യൻ, മല്ലനായൊരു മനുഷ്യൻ, വീരനായൊരു പോരാളി, ആവശ്യത്തിലധികം സപ്പോർട്ട് പുറകിൽ, ആവശ്യത്തിലധികം സപ്പോർട്ട്, രാജ്യത്തിൻ്റെ പിന്തുണ മുഴുവൻ പുറകിലുള്ള ഒരു മല്ലനായ മനുഷ്യനാണ് ഗോലിയാത്ത്. അവൻ്റെ മുമ്പിൽ ഒരു വലിയ സൈന്യം വരെ ചെന്നിട്ട് പേടിച്ച് കൂടാരെങ്കിലും ഒളിച്ചിരിക്കുകയാണ്. അവൻ്റെ സപ്പോർട്ടും അവൻ്റെ ആയുധവും അവൻ്റെ മെയ്വഴക്കവും ശരീരത്തിൻ്റെയും ആ കയ്യിലുള്ള ആയുധത്തിൻ്റെയും പവറിൻ്റെ മുമ്പിൽ ഒരു പറ്റം ആളുകൾ തോറ്റ് കൂടാരങ്ങളിലിരിക്കുമ്പോൾ
ദാവീദ് ചോദിച്ചു, ജീവിക്കുന്ന ദൈവത്തെ വെല്ലുവിളിക്കുന്ന ഈ നീചനാരാണ്? അവന്റെ വിഷമം ഈ ജനങ്ങൾ കൂടാരങ്ങളിൽ ഇരിക്കുന്നതിലല്ല, ഈ ദൈവത്തിന്റെ നാമത്തെ നിന്ദിക്കുന്നത് എന്തിന് എന്നവൻ ചോദിച്ചു. ദൈവനാമത്തിൽ അവൻ ഇറങ്ങിത്തിരിച്ചു. രാജാവ് പറഞ്ഞു, ദാവീദ് ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന്. ദാവീദ് പോയപ്പോൾ, ദാവീദ് ഗോലിയാത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, ഗോലിയാത്തിന്റെ അടുത്ത് ചെന്ന പലരുടെയും മുട്ടുകാല് വിറയ്ക്കുകയും കോൺഫിഡൻസ് പോവുകയും ജീവിതത്തിൽ തളരുകയും പേടിച്ച് പുറകോട്ടോടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ദാവീദ് വളരെ മെല്ലിച്ചൊരു സാധാരണ മനുഷ്യൻ, വലിയ വലിയ പട്ടാളത്തിന്റെ ഫോർമേഷൻ ഒന്നും കിട്ടാത്തവൻ. ഫോർമേഷൻ കിട്ടിയവരൊക്കെ കൂടാരങ്ങളിൽ ഇരിക്കുന്നു. കയ്യിൽ തോട്ടിൽ നിന്ന് പെറുക്കിയെടുത്തിയ കുറച്ച് കല്ലുകൾ, അതുപയോഗിക്കാനുള്ള ചെറിയൊരു ആയുധം, അതൊന്നും ഗോലിയാത്തിന്റെ കയ്യിലിരിക്കുന്ന ആയുധവുമായി കമ്പയർ ചെയ്യാൻ, താരതമ്യം ചെയ്യാൻ പോലും ഇല്ല. ഒന്നുമില്ല, കുറച്ച് കല്ല് മാത്രമായി. വലിയ പടച്ചട്ടകളുടെ ബലമോ തലയിൽ വലിയ കിരീടത്തിന്റെ പിൻബലമോ ഒന്നും കൂടാതെ കർത്താവായ ദൈവത്തിന്റെ നാമത്തിൽ, ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ ആ പ്രതിസന്ധിയുടെ മുമ്പിൽ ചെന്ന് നിന്നു. കൂടെയുള്ളവരൊക്കെ ഓർത്തു, അവരുടെ കോൺഫിഡൻസ് പോയി, തളർന്ന് താഴെ പോകുന്ന വിചാരിച്ചത്. 45-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. 45-ാമത്തെ വാക്യം. ദാവീദ് പ്രതിവചിച്ചു. ദാവീദ് പറഞ്ഞു. ദാവീദ് ഇങ്ങനെ പ്രതിവചിക്കണമെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉള്ള വാക്കാണ് ആ പറഞ്ഞത്. വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. നീ എന്റെ നേരെ വരുന്നു. വലിയ ആയുധങ്ങളുമായി നീ എന്റെ നേരെ വരുന്നു. ഞാനാകട്ടെ ഞാൻ നിൽക്കുന്നത് നീ നിന്ദിച്ച ഇസ്രായേൽ, നിന്റെ കയ്യിൽ ഉള്ളതുപോലെയുള്ള ആയുധങ്ങളോ ചാട്ടുളിയോ ഉപകരണങ്ങളോ സംവിധാനങ്ങളോ സപ്പോർട്ടോ ഇല്ല. എനിക്ക് ഒറ്റ ബലമേ ഉള്ളൂ, എനിക്കൊരു ആയുധമേ ഉള്ളൂ. അതാണ് എഴുതിയിരിക്കുന്നത്. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ്. ഇതാണ് എന്റെ ആയുധം, ഇതാണ് എന്റെ അധികാരം, ഇതാണ് എനിക്കുള്ള സപ്പോർട്ട്. ഒരു വെല്ലുവിളിയെ, ഒരു പ്രതിസന്ധിയെ ഒരു മല്ലനായ ഒരു മനുഷ്യനെ നേരിടാൻ പോകുമ്പോൾ കയ്യിലുള്ള ആയുധമോ കയ്യിലുള്ള പവറോ സപ്പോർട്ടോ ഒന്നുമല്ല, ഒരു സപ്പോർട്ടും ഇല്ല. പക്ഷെ ഒറ്റ ബലമാണ്, കർത്താവായ യേശുവിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ പവർ. അതാണ് അധികാരവും ശക്തിയുമായി ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൽ. 46-ാമത്തെ വാക്യം വായിക്കുന്നതിന് മുമ്പ് ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്ന് ദാവീദ് വിശ്വാസത്തിൽ പറഞ്ഞത്, തോക്കും, ജയിക്കത്തില്ല, വീണുപോകും, എൻ്റെ കഴുത്തേന്ന് തല പോകും, ഞാൻ മരിക്കാൻ സാധ്യതയുണ്ട്, ഈ യുദ്ധത്തിൽ തോക്കുമായിരിക്കും, കഷ്ടമായി, വരണ്ടായിരുന്നു, അതൊരെടുത്തിയാട്ടമായി പോയെന്നൊരു സംശയമുണ്ട്. നിരാശയുടെ വാക്കുകളല്ല 46-ാമത്തെ വാക്യം പറയുന്നത്. വായിക്കാമോ? കർത്താവ് നിന്നെ ഇന്ന് എന്റെ കയ്യിൽ ഏൽപ്പിക്കും. നോക്കൂ, അതകത്ത് വിശ്വാസമുള്ളവൻ ദൈവത്തിന്റെ വിശ്വാസത്തിന്റെ വാക്ക് പറയുന്നു. ദൈവം നീ പ്രതിസന്ധിയെ ഞാൻ തോൽപ്പിക്കും, ഇത് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ വിജയിക്കും, ഞാൻ രക്ഷിക്കും. വിശ്വാസത്തിന്റെ വാക്കുകൾ പ്രതിസന്ധിയിൽ പറയുന്ന ഒരു ദാവീദിനെ ഏത് ബൈബിൾ കോളേജിൽ നിന്നാണ്, ഏത് സെന്ററിൽ നിന്നാണ് ദാവീദ് ഇത് പഠിച്ചത്? ഇന്നത്തെ പോലെയുള്ള സെന്ററുകളോ ഫോർമേഷൻ കാലങ്ങളോ ഒന്നുമില്ലല്ലോ. അന്നത്തെ കാലത്ത് മതം പഠിപ്പിക്കുന്ന അല്ലെ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു സംവിധാനവും അന്നില്ലല്ലോ. എന്നിട്ട് പോലും ദാവീദ് വിശ്വാസത്തിന്റെ വാക്ക് ഗോലിയാത്തിനെ പോലെ മല്ലനായി നിൽക്കുന്ന പ്രതിസന്ധിയുടെ മുമ്പിൽ ദാവീദ് പറയുകയാണ്, എന്നെ ദൈവം നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ഈ വിജയത്തിൽ ഞാൻ ജയിക്കും, ഈ പ്രതിസന്ധിയിൽ ഞാൻ ജയിക്കും. വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു. ബൈബിൾ 17-ാം അധ്യായം എന്ത് പഠിപ്പിക്കുന്നു? ദാവീദ് തോറ്റെന്നാണോ ഗോലിയാത്ത് ജയിച്ചെന്നാണോ പഠിപ്പിക്കുന്നത്? മല്ലനായ ഗോലിയാത്ത് തോറ്റെന്നും ദൈവത്തിന്റെ നാമത്തിൽ ചെന്ന ദാവീദ് ജയിച്ചെന്നുമാണ് ഈ പുസ്തകം, ഈ വേദപുസ്തകം, ഈ ബൈബിൾ, ഈ 17-ാം അധ്യായം, ഈ സാമുവേലിന്റെ പുസ്തകം, 1-ാം പുസ്തകം പഠിപ്പിച്ചിട്ടുള്ളത്. ഇതായിരിക്കട്ടെ നിങ്ങളെ ദൈവം പഠിപ്പിക്കുന്നത്, ഇതായിരിക്കട്ടെ നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിരാശയുടെ വാക്കുകളല്ല, വിശ്വാസത്തിന്റെ വാക്കുകൾ. ഏത് പ്രതിസന്ധിയുടെ മുമ്പിൽ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനാ സമയത്ത് നിങ്ങൾ പറയണം, ദൈവം എന്നെ അനുഗ്രഹിക്കും, ദൈവം എന്നെ ഉയർത്തും, ഈ കുടുംബത്തിന് ഇരുട്ട് മാറും, ഈ പ്രതിസന്ധി മാറും, ഈ രോഗ സൗഖ്യമാകും, എനിക്ക് ദീർഘായുസ്സ് ദൈവം തരും, ജോലി ദൈവം തരും. എനിക്ക് വിശ്വാസത്തിൽ പറ. സാഹചര്യങ്ങൾ പ്രതികൂലമാണേലും വിശ്വാസത്തിൽ പറ, അതതുപോലെ സംഭവിക്കും. അത് അത്ഭുതത്തിന്റെ മാർഗമായി മാറും, അത് അഭിഷേകത്തിന്റെ കടന്നുവരവിന് കാരണമാകും. ഇപ്പോൾ കേട്ട ഈ വചനം നിങ്ങളുടെ അകത്ത് ഒരു ബോധ്യമായി വളരട്ടെ.
ഒരു ബോധ്യമായി വളരട്ടെ. നമ്മൾ തുടർന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ലൊരു ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായി സംരക്ഷിക്കുകയും ചെയ്യുന്നുവോ, തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ അധരത്തെയും സൂക്ഷിച്ചു കൊള്ളുക. നെഗറ്റീവ് പറയാതിരിക്കുക. നല്ല ജീവിതം ആഗ്രഹമുണ്ടോ? നെഗറ്റീവ് പറയരുത്. വിശ്വാസത്തിൻ്റെ വാക്ക് നിങ്ങളോട് മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ളവരോട്, സുഹൃത്തുക്കളോട്, ബന്ധുക്കളോട്, പരിചയക്കാരോട്, നിങ്ങളുമായി അടുത്തു വരുന്നവരോട് വിശ്വാസത്തിൻ്റെ വാക്ക്. ദൈവം എന്നെ അനുഗ്രഹിക്കും. ദൈവം എന്നെ ഈ പരീക്ഷണ കാലത്ത് ഞാൻ ദൈവത്തിൻ്റെ വാക്ക് പറയണം. പ്രതിസന്ധിയുടെ സമയത്ത് വിശ്വാസത്തിൻ്റെ വാക്ക് പറയണം. ദൈവം വിശ്വാസത്തിൽ പറഞ്ഞ വാക്ക് അതുപോലെ സംഭവിക്കാനേ. ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ച് നിങ്ങളുടെ തരം നിങ്ങളുടെ നെഞ്ചിലോ ശിരസിലോ വച്ചിട്ട് പറ, ദൈവം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ ജീവിതം അനുഗ്രഹമായി മാറും, എന്നെ ദൈവം ഏറ്റെടുക്കും, എൻ്റെ രോഗസൗഖ്യമാകും, എന്നെ ദൈവം വഴി നടത്തും, എന്നെ ദൈവം ഉയർത്തും, എനിക്ക് നന്മ വരും, എനിക്ക് ഉയർച്ച തരും. അത് വിശ്വാസത്തിൽ. ആ സ്ത്രീ പറഞ്ഞു, പണം പോയി, ആരോഗ്യം പോയി, വീട് വിറ്റു, പറമ്പ് വിറ്റു എന്നല്ല പറഞ്ഞത്. ആ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് തൊട്ടാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും, ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് ആരോ ഉപദേശിച്ചു വിട്ടതല്ല, അവളുടെ അകത്തെ വിശ്വാസം അത് പറയിപ്പിച്ചു. അതുപോലെ സംഭവിച്ചു. വിശ്വാസത്തിൽ പറയുന്നത് ജീവിതത്തിൻ്റെ അത്ഭുതമായി മാറും. വിശ്വാസത്തിൽ പറയുന്നത് ജീവിതത്തിൻ്റെ അത്ഭുതമായി. നിങ്ങളെ ഇതിലൂടെ ഈ വചനം നിങ്ങളെ പഠിപ്പിച്ച് വളർത്തട്ടെ, ബോധ്യമായി വളരട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. ആമേൻ.